ആദ്യം ഫാദർ ജോഷി ബയ്യാറ്റിൽ. ഇപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കടുത്ത നിലപാടാണ് സ്കൂളിനെതിരെ നടത്തിയത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഈ സർക്കാർ നടത്തിയത് അത് ശരിയായില്ല, ഈ ചില വർഗീയ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് സർക്കാരിനെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട, സ്കൂളിൻ്റെ അംഗീകാരം ഞങ്ങളുടെ കയ്യിലാണ് തുടങ്ങിയ പരാമർശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്താണ് ഈ തർക്കം തീരാത്തതിന് കാരണം? ഈ ഹിജാബ് വിവാദം. മഞ്ജുഷ, അത് ഒരു പിടികിട്ടാ ചോദ്യം തന്നെയാണത്. കാരണം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. ഈ മാനേജ്മെന്റിന്റെ നിലപാട് വളരെ കൃത്യമാണ്. അത് അവരുടെ അവകാശം, അതായത് അവര് നിർണയിച്ചിട്ടുള്ള യൂണിഫോം തങ്ങളുടെ സ്കൂളിൽ വരുന്നവര് അത് അംഗീകരിക്കണമെന്നും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള അവർക്കുള്ള ആ നിർബന്ധം, അത് നിയമപരമായ ഒന്നാണ്. ഇനി ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വാഗ്വാവിളിയിലേക്ക് മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പോ സ്കൂളിനെ അനാവശ്യമായി ഇരയാക്കുന്ന, സ്കൂളിനെ അനാവശ്യമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള സമയം നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഒരു വീഴ്ച പോലും വന്നിട്ടില്ല. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള നിലപാടുകൾ, ഈ കുട്ടിയെ സംബന്ധിച്ച നിലപാടോ, ഈ മാതാപിതാക്കളെ സംബന്ധിച്ച നിലപാടോ, സ്കൂളിനെ സംബന്ധിച്ച നിലപാടോ, തങ്ങളുടെ നിയമപരമായ അവകാശത്തിന്റെ കാര്യത്തിലുള്ള നിലപാടോ, ഒരു വീഴ്ചയും സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ആ സ്കൂളിന്റെ പ്രിൻസിപ്പല് ഇന്നലെ സംസാരിച്ചു. അതിനു മുൻപും എത്ര കൃത്യതയോടെയാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പല് സിസ്റ്റർ ഹെലീന സംസാരിച്ചത്. ഒരു മിസ്റ്റേക്ക് പോലും സിസ്റ്റർ വരുത്തിയില്ലല്ലോ. സിസ്റ്റർ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയോ? സിസ്റ്റർ പൊളിറ്റിക്സ് പറഞ്ഞോ? എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്നത്? ഇനി ഒരുപക്ഷെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഇവർ തമ്മിലുള്ള പ്രശ്നം, പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് ഇതിനിങ്ങനെ പെരുപ്പിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് സത്യത്തിൽ ഇവരുടെ ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ്, അഡ്വക്കേറ്റിന്റെ പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചുള്ള ചോദ്യം വന്നേക്കാം. കാരണം പ്രിൻസിപ്പൽ സിസ്റ്റർ വളരെ ഭംഗിയായി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ അഡ്വക്കേറ്റ് കയറിയിട്ടാണ് സംസാരിച്ചപ്പോൾ ഞാന് മിനിയാന്ന്, മഞ്ജുഷ, ഇവിടെ മിനിയാന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അതായത് ഈ സ്കൂൾ മാനേജ്മെന്റും ഈ രക്ഷിതാക്കളും ഒരു ചർച്ചയോ ഒരു മീറ്റിങ്ങോ ഒരു സമവായമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അഡ്വക്കേറ്റിന്റെ പ്രത്യേക താല്പര്യമാണെന്ന് എനിക്ക് തോന്നി. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഈ അഡ്വക്കേറ്റ് ഇങ്ങനെ പറയുന്നത്? ഇല്ലാത്ത കാര്യമാണല്ലോ. കാരണം ഇവർ തമ്മിൽ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തൊരു സമവായത്തിൽ എത്തിയിട്ടില്ല. ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ കുട്ടിയെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും തന്നെയാണ് നോക്കുന്നതും കരുതുന്നതും. സ്കൂൾ ഇപ്പോൾ ഒരു സമവായത്തിന് ശ്രമിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു സമ്മതപത്രം എഴുതി നൽകണം എന്നൊക്കെയാണല്ലോ, ഹിജാബ് ധരിച്ച് വരരുത് എന്ന്. അത് ശരിയാണോ? അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും, അല്ലേ? നോക്കണം, ഈ സ്കൂള് അധികൃതര് തുടക്കം മുതൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇവിടുത്തെ നിയമം പാലിക്കാൻ ഇവിടെ വന്നു ചേരുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും തയ്യാറാവണം. അത് വളരെ ന്യായമായ ചോദ്യമല്ല. അതല്ലേ, അത് മാത്രമല്ലേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ഇപ്പോഴും ഇന്നലെ കുട്ടി വന്നില്ല. അപ്പൊ ഇവർക്ക് ബുദ്ധിമുട്ടായി. കാരണം വെച്ചാൽ പരീക്ഷയാണ്. കൊച്ചെന്തുകൊണ്ടാ വരാത്തത്? അവര് വിളിച്ചു ചോദിച്ചു, വീട്ടിലേക്ക് വിളിച്ചു, പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. ഇനി ഇന്ന് കുട്ടിയെ ഇന്നും കണ്ടില്ല. അവര് വിളിച്ചു, ആ വീട്ടിലേക്ക് വിളിച്ചു, ഇന്ന് ഫോൺ എടുത്തു. അപ്പൊ കുടുംബത്തിൽ ആരോ പറഞ്ഞു 3 ദിവസത്തേക്ക് വരുന്നില്ല. അപ്പൊ കുട്ടിയുടെ ഇളയ കൊച്ചും അവിടെ തന്നെ പഠിക്കുന്നതാണ്, പക്ഷെ ആൺകൊച്ച്, ആ കുട്ടിയും ക്ലാസ്സിൽ വന്നില്ല. അപ്പൊ അവനെന്തുകൊണ്ടാണ് വരാത്തത്? നോക്കൂ, ആ സിസ്റ്റേഴ്സിന്റെ എത്ര ഓപ്പൺ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ആ മാനേജ്മെന്റിന്റെ എത്ര സുന്ദരമായിട്ടുള്ള നിലപാടുകളാണ് ഇതുവരെ ഈ കാര്യത്തിൽ കണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയം, ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു സമ്മതപത്രം ഇല്ലാതെ കുട്ടിയെ പഠിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഹിജാബ് ധരിച്ച് വരരുത്, അങ്ങനെ ഒരു സമ്മതപത്രം വേണമെന്ന നിർബന്ധം സ്കൂളിനുണ്ടല്ലോ, അല്ലേ? നോക്കൂ, ഇവിടെ എല്ലാവരും ഒരു സമ്മതപത്രമുണ്ട്, ഇവരെ കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ
നോക്കണം, നിയമം അനുസരിച്ച് സ്കൂൾ ഡയറിയിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളം വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് വന്ന വ്യാജമായ വിളി, ആ വിളിയിലൂടെ അവര് ആവശ്യപ്പെട്ടത് എന്തെന്നാ, അതൊക്കെ അന്വേഷണത്തിൽ വരണം. ഇനി എന്തായിരുന്നു വിദ്യാഭ്യാസ ഓഫീസിന്റെ താല്പര്യം? ഈ സ്കൂൾ ഡയറിയിലെ കാര്യങ്ങൾ മാറ്റണം എന്നോ? ഇത് എവിടുന്നാണ് വരുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? സ്കൂൾ ഡയറിയിലെ കാര്യങ്ങൾ മാറ്റുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മാനേജ്മെന്റ് നിലപാട് മാറ്റണമെന്നോ? ഇത് പറയാൻ ഈ സംവിധാനത്തിന് അവകാശമുണ്ടോ? അല്ല, അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ ഹിജാബിന്റെ കാര്യമേ മിണ്ടിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈ സ്കൂളിന്റെ അംഗീകാരത്തിന്റെ കാര്യമൊക്കെയാണ്. ഇതിന്റെ പേരിൽ ഈ ഒരു സ്കൂളും സർക്കാരിന്റെയോ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ മുകളിലല്ല. അത്തരം കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ നിയമം മാറ്റണം എന്നുള്ള കാര്യമൊന്നും അദ്ദേഹം പറയുന്നില്ല. തുടക്ക ദിവസം മിനിയാന്ന് അദ്ദേഹത്തിൻ്റെതായ പ്രസ്താവന വന്നിരുന്നു. അത് ശരിയാണ്. അതിനകത്ത് പറഞ്ഞിരുന്നത് ഈ ഹിജാബ് ധരിച്ചു വരുമ്പോൾ തടയരുത് എന്നുള്ളതായിരുന്നു. പക്ഷെ ആ നിലപാട് ഇപ്പോൾ അദ്ദേഹത്തിനില്ല. ശരിക്കും അങ്ങനെ ഒരു നിലപാടുണ്ട്, അത് മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് താങ്കൾ പറയുന്നത്. ഒരാളാണോ വിദ്യാഭ്യാസ മന്ത്രി? ഇങ്ങനെ ഒരു ദിവസം ഒന്ന്, അടുത്ത ദിവസം മറ്റൊന്ന്, മൂന്നാം ദിവസം അടുത്ത്, നാലാം ദിവസം വേറൊന്ന്, ഇങ്ങനെ പറയാനായിട്ട് എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് പറ്റുന്നത്? അപ്പൊ ഇന്ന് എപ്പോഴും ഒരു ഭീഷണിയുടെ സ്വരമല്ലേ? നോക്കൂ, ആ സ്കൂള് ചുറ്റുപാടും ഭീഷണി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്കൂൾ എന്താ ചെയ്തത്? സ്കൂൾ മൈനോറിറ്റി റൈറ്റ് അനുസരിച്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആർട്ടിക്കിൾ 30 അനുസരിച്ച് നടത്തുന്ന സ്കൂള്, പ്രൈവറ്റ് സ്കൂള്. ആ പ്രൈവറ്റ് സ്കൂളില് മാനേജ്മെന്റിന് അവരുടെ നിയമങ്ങൾ അത് അവിടെ നടപ്പിലാക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ആ അവകാശങ്ങൾ ഭംഗിയായിട്ട് അവര് വളരെ സ്നേഹത്തോടി കുട്ടികളുടെ ഉന്നമനം മാത്രം ലക്ഷ്യമിട്ട് അവർ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിനിടക്ക് പിതാവിന്റെ ഭീഷണി, ഇതിന്റെ ഇടയ്ക്ക് STPIയുടെ ഭീഷണി, അതിനപ്പുറത്ത് DEOയുടെ ഓഫീസിന്റെ ഭീഷണി, പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭീഷണി. ആരാ ഇവിടെ ഭീഷണിപ്പെടുത്തിയത്? ഇത്രക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന മാനേജ്മെന്റിനെ എന്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു? ഇതാണ് എന്റെ ചോദ്യം. ശരി.